നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതപൂർവ്വം 8 സീറ്റുകൾ ജയിച്ചാണ് BJP തെലങ്കാനയിലെ വരവറിയിച്ചത്. അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് മാത്രമായിരുന്നു BJPയുടെ ടാലി. എന്നാൽ കോൺഗ്രസിന്റെ അത്ര തന്നെ വോട്ട് ഷെയർ ഒന്നും ഇല്ലെങ്കിൽ പോലും BJP എങ്ങനെയാണ് ഈ 8 സീറ്റുകൾ ജയിച്ചത്? അവരുടെ ലക്ഷ്യം സെലക്ടഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. എല്ലായിടത്തും അവരുടെ സാന്നിധ്യമില്ല. ഹൈദരാബാദിലും അതുപോലെ തന്നെ പ്രത്യേക ചില പ്രദേശങ്ങളിലും ഒന്നും BJPക്ക് വളരാൻ കഴിയില്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചല്ല അവരുടെ പ്രവർത്തനം, മറിച്ച് വർഗീയത പരമാവധി വിളമ്പി ഭൂരിപക്ഷ മേഖലകൾ പിടിച്ചെടുക്കുക. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി അതിനെ തടയിടാൻ ആവുന്നതെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് വീണ്ടും ഒരു 2 പാർട്ടി സംവിധാനത്തിലേക്ക് അവിടെ മാറുകയാണ്. BRS, ഭാരത് രാഷ്ട്ര സമിതി എന്ന ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടി മൊത്തത്തിൽ അസ്തമിച്ചിരിക്കുകയാണ്. തെലങ്കാനയിൽ ഇനി വലിയ സാധ്യതകളൊന്നും BRSന് ഇല്ല. സ്വന്തം മകളായ കവിത പോലും പാർട്ടി വിടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. BRSൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചന്ദ്രശേഖര റാവുവിൻ്റെ മരുമകനാണ്. കാര്യങ്ങൾ എന്തൊക്കെ തീരുമാനിച്ചാലും ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. കിട്ടാവുന്ന പരമാവധി കുടുംബ സ്വത്തായി അടിച്ചു മാറ്റാൻ കഴിയുമോ എന്ന് റിസർച്ച് നടത്തുന്നത് പോലെയാണ് അവരുടെ എല്ലാം സമീപനം. അവരാരും പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. പറഞ്ഞു വരുന്നത് BJP വേഴ്സസ് കോൺഗ്രസ് തന്നെയാണ് തെലങ്കാനയുടെ സാധ്യത. പക്ഷേ കോൺഗ്രസ് 100 സീറ്റുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനെ വെല്ലാൻ BJPക്ക് കഴിയില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെ കൊണ്ടുവന്ന് പരമാവധി വെട്ടിച്ചുരുക്കുക, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. അതാകുമ്പോൾ കേന്ദ്രത്തിൽ എപ്പോഴും അധികാരത്തിലേക്ക് വരാൻ ഹിന്ദി ബെൽറ്റും ഹിന്ദി ഹൃദയഭൂമിയിലുള്ള വോട്ട് ബാങ്കും മതി. ദക്ഷിണേന്ത്യക്കാരായിട്ടുള്ളവർ അവരുടെ സംഭാവന വേണ്ട എന്ന് തീരുമാനിച്ചു കൊണ്ടുള്ള നീക്കമാണ്. അതിന് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കാൻ തുടങ്ങിയതിന് കാരണം സ്റ്റാലിനറിയാം ഇനി BJPയുമായി ഒരു സഖ്യം മാത്രമേ എന്തെങ്കിലും രീതിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ. പക്ഷേ അതുകൊണ്ടും കാര്യമില്ല, ഒരു ശ്രമം നടത്തി നോക്കാം എന്നുള്ളതേ ഉള്ളൂ. തെലങ്കാനയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ രേവന്ത് റെഡ്ഡി ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയാണ്. BJP നേതൃത്വത്തിന് തന്നെ അറിയാം രേവന്ത് റെഡ്ഡി ഉള്ളിടത്തോളം കാലം BJPക്ക് അധികാരം പിടിക്കാൻ കഴിയില്ല. എന്നാൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. നിലവിൽ ക്രിയാത്മക പ്രതിപക്ഷം BJP തന്നെയാണ്. നോക്കൂ, കർണാടകയിൽ ഇനി BJPക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കർണാടകയിൽ യെദ്യൂരപ്പയുടെ നല്ല കാലമെല്ലാം കഴിഞ്ഞ് ബസവരാജ് ബൊമ്മ സ്ഥാനമേൽക്കുമ്പോൾ ബസവരാജ് ബൊമ്മ ആ പാർട്ടിയെ അഴിമതിയുടെ നെടുന്തൂണാക്കി മാറ്റുകയാണ് ചെയ്തത്. കർണാടകയിൽ PCM എന്ന് പറഞ്ഞ് അവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി DK ശിവകുമാർ ഏറ്റവും മികച്ച പ്രവർത്തനവുമായി അവിടെ പ്രതിപക്ഷ ഐക്യത്തോടെ മുന്നോട്ട് പോയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ മറ്റൊരു പ്രദേശമായിട്ടുള്ള തെലങ്കാനയിൽ BJPക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയുമോ എന്ന് വെറുതെ വായിച്ചു നോക്കുകയാണ്. വിഭാഗീയതയും വർഗീയതയും എല്ലാം ആൾ കത്തിക്കാൻ തെലങ്കാനയിൽ അടിക്കടെ സമരമുറകളും പദ്ധതികളുമായി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.